ഹായ് മക്കളെ, എജുബോട്ട് SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ICT SSLCയിലെ മക്കൾക്കായിട്ട് ICTയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജിനെ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടക്കാം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് SVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമടച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം. എന്താണത്? അത് സ്കേലബിൾ വെക്ടർ ഗ്രാഫിക് എന്നാണ്. നമ്മളെ കറക്കാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് തരും. A ഇതാ, B ഇതാ, C ഇതാ, D ഇതാ എന്നുള്ളത്. മക്കളെ, ചോദ്യം വായിച്ചുടൻ തന്നെ സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്. ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. ഫസ്റ്റ് വൺ സ്കേലബിൾ വൈറൽ ഗ്രാഫിക്, അത് തെറ്റാണ്. രണ്ടാമത്തെ സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്, അത് ശരിയാണ്. മൂന്നാമത്തെ സ്കേലബിൾ വെക്ടർ ഗ്രാഫ് അല്ല, ഗ്രാഫിക്സ് ആണ് വേണ്ടത് നമുക്ക്. നാലാമത്തെ സ്കെയിൽ വെക്ടർ ഗ്രാഫിക്സ്, സ്കെയിൽ അല്ല, സ്കേലബിൾ തന്നെ അവിടെ നമുക്ക് വരണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, where did you get fill and stroke facility? മക്കളെ, ഈ ചാപ്റ്റർ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓരോ ഒബ്ജക്ട്സുമാണ് മെയിൻ. ഒബ്ജക്ട്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യും, എവിടെ നിന്നാണ് നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് കിട്ടുക? ഞാൻ ഇപ്പൊ തന്നെ ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടും? അത് ഒബ്ജക്റ്റ് എന്നുള്ളൊരു മെനുവിൽ നിന്നാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള സാധനം ഉണ്ടാവുക. അത് എഡിറ്റിലും ഫയലിലും ഫിൽറ്റേഴ്സിലും സേവിലും ഒന്നുമല്ല. അതെവിടെ ഉണ്ടാവുക? യു വിൽ ഗെറ്റ് ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഫ്രം ഒബ്ജക്റ്റ് മെനു. അങ്ങനെ ആയിരിക്കും. നോക്കിക്കേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന സാധനം ഒരു 1 2 3 4 ടൂളുകളാണ് ഉള്ളത്. അതിൻ്റെ ഒരു ചോദ്യം എന്താണെന്നറിയോ? സെലക്ട് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ ഇവയിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏത് ടൂളാണ് ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം 1 2 3 4 ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ മുകളിലേക്ക് നമ്മളിങ്ങനെ വരച്ചിട്ട് ഒരു ആരോ മാർക്കൊക്കെ തന്നെ വരയ്ക്കില്ലേ? യെസ്, സെലക്ട് എന്നുള്ളത്. മൗസിൽ എപ്പോഴും നമ്മൾ ആരോ മാർക്ക് അല്ലേ സെലക്ട് എന്നുള്ള സാധനത്തിന് വെക്കുക. യെസ്, അതന്നെ. അപ്പം A എന്ന് പറഞ്ഞാൽ എന്താടാ? അപ്പോൾ ഓപ്ഷൻ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുക A എന്നുള്ളത് ടെക്സ്റ്റ് ആണ്, അതായത് ടെക്സ്റ്റിന്റെ ഒരു സാധനമാണ്. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ എന്നുള്ളത് 0, അത് ഷേപ്പാണ് കേട്ടോ. നമുക്ക് ഡിഫറെന്റ് ഷേപ്സ് എന്ത് ചെയ്യാം, നമുക്ക് സർക്കിൾസും ഓവൽസും ഒക്കെ വരയ്ക്കാൻ പറ്റും. നാലാമത്തെ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. യെസ്, അതിന്റെ പേരാണ് എഡിറ്റ് പാത്ത് നോഡ് എന്നുള്ളത്. നോഡ് പറഞ്ഞാൽ അറിയില്ലേ? നോഡ് പറഞ്ഞാൽ അറിയാമോ? യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ടൂൾസിനെ പറ്റി എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ മുൻപ് കണ്ട സാധനം A എന്നുള്ള ടൂളിനെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് എന്തിനുള്ളതാണ് എന്നുള്ളതാണ്. A എന്നുള്ള ടൂള്, A എന്നുള്ള സാധനം ഓപ്ഷൻ ടു ഡ്രോ എ സർക്കിൾ, നഹി. ആണോ? ഒരിക്കലുമല്ല. 2 ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ, അതിനെ എഡിറ്റ് ചെയ്യാൻ. ഓഫ് കോഴ്സ് അത് തന്നെയായിരിക്കും. C എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ? ടു സെലക്ട്, അതിനെ സെലക്ട് ചെയ്യാനാണോ? ഒരിക്കലുമല്ല. ആരോ മാർക്കാണ് സെലക്ടിന് ഉപയോഗിക്കുക. ടു ഗീവ് കളർ ചെയ്യാൻ നമുക്ക് വേറെ ടൂൾ ഉണ്ട് എന്നുള്ളതാണ് മക്കളെ നമുക്കറിയുന്നത്. ആണോ അല്ലയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡിയാണോ? യെസ്. ഇതേ ഒരു സാധനം, എക്സ് പോലത്തെ ഒരു സാധനം അല്ലേ? യെസ്. ഇത് നമ്മുടെ കളർ പാലറ്റ് എവിടെ ഉണ്ടാവും? അതേ താഴെ ഇങ്ങനെ കുറേ കളറുള്ള സാധനങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാകും. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയല്ല ഇട്ടേക്കുന്നത്. അതിന് പകരം നേരെ കളർ പാലറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. മക്കളെ, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു തെറ്റ് എന്നുള്ളത് എന്താണെന്നറിയോ? ഒരു സിമ്പിൾ ഉണ്ടാവും. ആ സാധനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഇൻഡു സിമ്പിൾ വരുന്നത് തന്നെ എന്തിനായിരിക്കും? ഇൻഡു സിമ്പിൾ ഇവിടെ വരുന്നത് തന്നെ എന്തിനായിരിക്കും? അതിനെ റിമൂവ് ചെയ്യാനായിരിക്കും. ഓപ്ഷൻ നോക്കിക്കേ. ടു ചേഞ്ച് ദ ഒബ്ജക്ട്സ് അല്ല. ടു സെലക്ട് ദ ഒബ്ജക്ട്സ് അല്ല. ടു ചേഞ്ച് ദ നോഡ് ഒരിക്കലുമല്ല. ലുക്ക് അറ്റ് ദ ഫോർത്ത് ഓപ്ഷൻ. ടു റിമൂവ് ദ കളർ ഓഫ് ദ ഒബ്ജക്ട്. കളറിന് എന്ത് ചെയ്യാൻ? റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഈ സാധനത്തിനെ, ഈ ഇൻഡു, അതായത് തെറ്റ്, ക്ലോസ് എന്നുള്ള സാധനം ഉപയോഗിക്കുക. അടുത്ത ഒബ്ജക്ട് ഇതൊക്കെ ഇങ്ക്സ്കേപ്പിലെ സാധനങ്ങളാണ്. ശ്രദ്ധിച്ചോ. ഗീവ് ദ യൂസ് ഓഫ് ദ ടൂൾ. ആ ഷേപ്പ് ടൂള് എന്തിനുള്ളതാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ടു ക്രിയേറ്റ് ദ സർക്കിൾസ്, എലിപ്സ് ആൻഡ് ആർക്സ്. അത് തന്നെയാണ്. നമുക്ക് സർക്കിൾ വരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ എലിപ്സ് വരയ്ക്കണമെങ്കിൽ, ആർക്ക് വരയ്ക്കണമെങ്കിൽ ഇതൊക്കെ എന്താ ഉപയോഗിക്കേണ്ടത്? യെസ്, ഈ ടൂളാണ് ഇതാക്കുന്നത്. ഒരിക്കലും എന്തല്ല ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് അല്ല.
ഇതുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? നമുക്ക് സ്ക്വയറും റെക്ടാങ്കിളും പാരലോഗ്രാമും റോംബസും നമുക്ക് വരയ്ക്കാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ കാലിഗ്രാഫിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഫോണ്ടിനും നമുക്ക് ഈ ഷാഡോസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും എന്ത് ചെയ്യില്ല, ഇതിനകത്ത് വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു ടേക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് എ സ്ക്വയർ, നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം, ഒരു സ്ക്വയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ട്, അതിനെന്ത് ചെയ്യണം, അതിനെ എഡിറ്റ് ചെയ്തിട്ട് വേറൊരു സാധനത്തിലേക്ക് എത്തിക്കണം. അപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ്, ദ മെനു ടു ടേക്ക് ഡ്യൂപ്ലിക്കേറ്റ് യൂട്ടിലിറ്റി, ഈ മെനു അതായത് ഡ്യൂപ്ലിക്കേറ്റ് എവിടെ നിന്ന് കിട്ടും? യെസ്, നമുക്ക് കിട്ടും, എഡിറ്റിൽ നിന്നാണ് കിട്ടുക. ആണോ അല്ലയോ? നോക്കൂ, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അതെ, നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാൽ എന്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കിട്ടില്ല. ഫയലില് ഓപ്പൺ, സേവ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒബ്ജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഹെൽപ്പ് സെന്ററിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല മക്കളെ, പറ്റുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് എ ടെക്സ്റ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ? അതായത് ഇതിൽ ഏതാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ക്സ്കേപ്പില് ടെക്സ്റ്റ് എന്നുള്ള സാധനം, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ, എഴുതുക. യെസ്, അത് ഇവയിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാലിഗ്രാഫിക് ബ്രഷ്, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്ട്സ്, ഗ്രേഡിയന്റ് ടൂൾ, ക്രെഡിറ്റ് സർക്കിൾ ടൂൾസ്. ഇതിൽ വരാത്ത എന്തായിരിക്കും? ഗ്രേഡിയന്റ് വരുമോ? നിങ്ങൾ പറ. ഇല്ല. ക്രിയേറ്റ് സർക്കിൾ ടൂൾ, സർക്കിൾ അല്ലല്ലോ, ടെക്സ്റ്റ് അല്ലേ? അല്ല. കാലിഗ്രാഫിക് ബ്രഷ് എന്തിനാണത്? നമുക്കിത് വരയ്ക്കാനാ, കാലിഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ബട്ട് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്റ്റ് എന്ത് അതിനകത്ത് വരുന്നതാണ്. മക്കളെ നോക്കിയടാ, നെയിം ദ യൂട്ടിലിറ്റി യൂസ്ഡ് ഇൻ ഇങ്ക്സ്കേപ്പ് ടു ഗിവ് എ 3D ഇഫക്റ്റ് ടു 2D ഇമേജ്. ഒരു 2D ഇമേജ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അതൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് നമുക്ക് അതിനെ സ്ഫിയറിലേക്ക് ആക്കുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? യെസ്, ദ റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ള ടൂള്. ഒരിക്കലും ബ്ലർ അല്ല. ബ്ലർ ആക്കുകയാണോ? ബ്ലർ ആക്കുക, ബ്ലർ ചെയ്യുക അല്ലെങ്കിൽ സ്മഡ്ജ് ചെയ്യുക, അതൊന്നും അല്ല ഇവിടെ എന്ത് ചെയ്യണ്ടേ, നമ്മളത് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ള ഒരു ടൂളാണ് എന്ത് ഉപയോഗിക്കുക. നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ചേഞ്ചിങ് ദ മെഷർ ഓഫ് ഒപ്പാസിറ്റി ഇൻ ഫിൽ ആൻഡ് സ്ട്രോക്ക്? ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിൽ ആൻഡ് സ്ട്രോക്കിൽ എന്താ, നമ്മൾ ഈ ഒപ്പാസിറ്റി ഇങ്ങനെ കൂട്ടുക, ഇങ്ങനെ കുറയ്ക്കുക എന്നൊക്കെ ചെയ്യില്ലേ നമ്മുടെ ഇങ്ക്സ്കേപ്പിൽ. നമ്മുടെ ഈ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഒപ്പാസിറ്റി കൂട്ടി ഇങ്ങനെ കുറച്ചു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മക്കളെ. ഒപ്പാസിറ്റി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഒപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കളറിന്റെ ഡെപ്ത് അത് കൂട്ടുക, കളർ കൂട്ടുക, കളർ കുറയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് സംഭവം. അപ്പൊ നോക്കാം. നോ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ്, തെറ്റാണ്. ഒബ്ജക്ട് സൈസ് ഇൻക്രീസസ്, പിന്നെ കളർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ സൈസ് അല്ലേ നമ്മൾ വലുതാക്കുന്നത്. ഒബ്ജക്ട് സൈസ് ഡിക്രീസസ്, ഇത് പിന്നെ പറയാൻ വേണ്ട. ആൻഡ് ദ ലാസ്റ്റ് വൺ, ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ്. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാലേ കളറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സൈസുമായിട്ട് ഒരു ബന്ധമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുകയാണ് ഇല്ലേ? യെസ് മക്കളെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാന്നറിയോ, ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എന്ത് ചെയ്താൽ മതി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിനോദ് ഇവിടെ മറ്റൊരു സാധനമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. ഡ്രോസ് 2 ഒബ്ജക്ട് പിക്ചേഴ്സ് ഇൻ ഇങ്ക്സ്കേപ്പ്. ഒരു ഇങ്ക്സ്കേപ്പിൽ 2 പിക്ചർ വരച്ചിട്ടുണ്ട്. വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ടു ഡു ടു റിമൂവ് ദ കോമൺ പാർട്സ് ഓഫ് ദ ഒബ്ജക്ട്സ്. ഈ 2 ചിത്രങ്ങളിലും എന്താണെന്നറിയോ, കോമൺ ആയിട്ട് വരുന്ന പാർട്സിനെ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നതാണ്. നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കണം. അതായത് വേർതിരിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഡിഫറൻസ് എന്നുള്ള സാധനമാണ് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് നോക്കാം. സെലക്ട് ദ 2 ഒബ്ജക്ട്സ് ആൻഡ് ക്ലിക്ക് ദ പാത്ത് ഡിഫറൻസ്. അതെ, നമുക്ക് എന്താണെന്നറിയോ, എന്തായാലും ഇവിടെ എല്ലാം ഡിഫറൻസ് ആണ് ഉള്ളത്. യെസ്, അപ്പൊ ഈ ഡിഫറൻസ് എന്നുള്ള സാധനം എവിടെയെന്നാ കിട്ടുക എന്നുള്ളതാ. നമുക്കത് പാത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടുക. അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്നോ അല്ലെങ്കിൽ എഡിറ്റ് എന്നോ അല്ലെങ്കിൽ ഫയൽ എന്നോ അല്ലെങ്കിൽ ഹെൽപ്പ് എന്നോ നമുക്ക് എന്തായിട്ടില്ല, അത് കിട്ടുകയില്ല. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ നോക്കിക്കേ. സെലക്ട് ദ 2 ഒബ്ജക്ട്സ് ആൻഡ് ക്ലിക്ക് പാത്ത് ആൻഡ് ഡിഫറൻസ്. ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ. രണ്ടും എന്ത് ചെയ്യുക, നമുക്ക് ഒബ്ജക്റ്റിൽ നിന്നാണോ ഡിഫറൻസ് കിട്ടുക, എഡിറ്റിൽ നിന്നാണോ വരിക, ഗ്രൂപ്പിൽ നിന്നാണോ ഇത് വരിക എന്നുള്ളതാണ്. ചിലർക്കൊരു സംശയം ഉണ്ടാകുന്നത് ഗ്രൂപ്പിൽ നിന്നായിരിക്കും. അല്ല, ഗ്രൂപ്പിൽ നിന്നല്ല. അത് വരുന്ന എപ്പോഴും എന്തായിരിക്കും, അത് പാത്തിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ചില ചെറിയ സംശയങ്ങൾ അല്ലേ. അപ്പൊ മക്കളെ, നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. അടുത്തത് ദ ഡിഫോൾട്ട് പേജ് സൈസ് ഓഫ് ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിലെ ഡിഫോൾട്ട് പേജ് സൈസ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പേജ് A4 ഇത് തന്നെ ആയിരിക്കും. ഇതിനകത്ത് തർക്കമൊന്നും വേണ്ട, ഇതിനകത്ത് സംശയമൊന്നും വേണ്ട. ഡിഫോൾട്ട് പേജ് സൈസ് A4 ആയിരിക്കും. യെസ്, ഗ്രൂപ്പ് ഓപ്ഷൻ
ഗ്രൂപ്പ് ഓപ്ഷൻ എവിടെ നിന്നാണ്? നമുക്കൊരു ഒബ്ജക്റ്റിനെ ഗ്രൂപ്പ് ചെയ്യണം പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ ഗ്രൂപ്പ് ഓപ്ഷൻ കിട്ടുക? നമ്മൾ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഒബ്ജക്റ്റിനെ ചെയ്യുക. അപ്പൊ ഇത് എവിടെ ഉണ്ടാവുക? ഒബ്ജക്റ്റ് മെനുവിലായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഫയലിൽ ഉണ്ടാവുമോ? ഇല്ല. ഹെൽപ്പിൽ ഉണ്ടാവുമോ? ഇല്ല. എഡിറ്റിൽ ഉണ്ടാവുമോ? അല്ല. നമുക്കത് ഉണ്ടാവുന്ന എവിടെയായിരിക്കും? അത് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു മെനുവിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ സാധനം കിട്ടുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ഒന്ന് നേരെ നോക്കൂ. In which menu the utility for object to path, അതായത് ഒബ്ജക്റ്റ് ടു പാത്ത് എന്നുള്ള ഒരു സാധനം, ഈ ഒരു യൂട്ടിലിറ്റി ഇത് ഏത് മെനുവിൽ നിന്നാണ് മക്കളെ? ഈ ചാപ്റ്ററിൽ മെനു ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് ഒബ്ജക്റ്റ് ടു പാത്ത് എന്നുള്ള സാധനം എന്താണെന്നറിയോ കിട്ടുക എന്നുള്ളതാ? ദ ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്. ടെക്സ്റ്റിൽ നിന്ന് പുട്ട് ഓൺ പാത്തിലാണോ? അടുത്തത് എഡിറ്റ് പുട്ട് ഓൺ പാത്ത്, അല്ല ഫയല് പുട്ട് ഓൺ പാത്ത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പുട്ട് ഓൺ പാത്ത്. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഇൻ വിച്ച് മെനു യൂട്ടിലിറ്റി ഫോർ ഒബ്ജക്റ്റ് പാത്തിലേക്ക് ആക്കാൻ എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് പാത്തിലേക്ക് ആക്കാൻ നമുക്ക് എന്താണ്? ഫ്രം ടെക്സ്റ്റ് ആയിരിക്കും പുട്ട് ഓൺ പാത്ത് എന്നുള്ള ഇതിലേക്ക്, അതായത് ഒബ്ജക്റ്റ് ടു പാർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പുട്ട് ഓൺ പാത്ത് എന്നുള്ള സാധനമാണ് നമ്മളിവിടെ ഉപയോഗിക്കപ്പെടുത്തുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇൻ ഓർഡർ ടു റിസൈസ് എ പേജ്, നമുക്ക് നമ്മുടെ പേജിനെ എന്ത് ചെയ്യണം? നമുക്കൊന്ന് റീസൈസ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഇമേജ്. അതായത് ഇമേജിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഇതങ്ങോട്ട് മാറ്റണം, പേജിന്റെ സൈസ് അങ്ങോട്ട് മാറ്റണം. നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഫയൽ എഡിറ്റ്, ഫയൽ എക്സ്പോർട്ട്. എന്തിനാ എക്സ്പോർട്ട് ഉപയോഗിക്കുന്നത്? എന്തിനാ എക്സ്പോർട്ട് ചെയ്യുന്നത്? കൊടുത്തയക്കാൻ. ഇമ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട്. അപ്പൊ ഫയൽ എക്സ്പോർട്ട് കൊണ്ട് നമുക്ക് എന്തില്ല? ഓപ്ഷൻ എ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് സെലക്ട് A4. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് സെലക്ട് A4. നമുക്ക് A4ലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്? അല്ല, ഇമേജിന്റെ അതിലേക്കാണ്. ഓപ്ഷൻ സി നോക്കൂ. ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് സെലക്ട് A3. അതും എന്താ? തെറ്റാണ്. ലാസ്റ്റ് വൺ, ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലിക്ക് റീസൈസ് പേജ് ടു കോണ്ടന്റ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് കിട്ടുക ഫയലിൽ നിന്നാണ് മക്കളെ, എഡിറ്റിൽ നിന്ന് ആയിരിക്കില്ല. അപ്പം ഇത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ്, അതായത് റീസൈസ് പേജ് ടു ദ കോണ്ടന്റ് എന്നാക്കാം. യെസ്. അപ്പം അടുത്ത് കഴിഞ്ഞാൽ SVG എന്ത് ടൈപ്പാണ്? അത് റാസ്റ്റർ ആണോ, അതോ അത് റാസ്റ്റർ ഇമേജ് ആണോ, അതോ വെക്ടർ ഇമേജ് ആണോ, അതോ വേറെ എന്തെങ്കിലും ടൈപ്പ് ഇമേജ് ആണോ? XCFും PNG ഒക്കെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് മക്കളെ. നമ്മളൊരു ഫോട്ടോനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഫോർമാറ്റ് മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പറയാണ് ഇതിൻ്റെ സൈസ് അല്ല, ഇതിൻ്റെ ആകെപ്പാടെ ഇത് പോയല്ലോ, അതായത് ചന്തം ഭംഗി നഷ്ടപ്പെട്ടല്ലോ എന്ന് ചോദിക്കുന്നത് ഇല്ലേ? അപ്പം ഇപ്പോഴാണ് എന്ത് നമുക്ക് റാസ്റ്റർ വെക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം SVG ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? SVG ഫോർമാറ്റിൽ അയക്കുമ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് കാര്യങ്ങൾ വളരെ വെടുപ്പായി ഭംഗിയിൽ എന്ത് ചെയ്യും? കിട്ടുകയും ചെയ്യും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് MCQ. വാട്ട് തിങ്സ് ആർ ബ്ലെൻഡഡ് ടു ഗിവ് എ 3D ഇഫക്റ്റ് ടു 2D? 3D ഇഫക്റ്റ് ടു 2D. ഒരു 2D ഇമേജിന് 3D ഇഫക്റ്റ് കൊടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കളേഴ്സ് കൊടുത്താൽ മതിയോ? നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. നമുക്ക് ജോയിൻ കളേഴ്സ് കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണോ? അതോ ബ്ലർ എന്നുള്ള യൂട്ടിലിറ്റി ആണോ ഉപയോഗിക്കേണ്ടത്? അല്ലെങ്കിൽ ചേഞ്ചിങ് ദ ഒപ്പാസിറ്റി ആണോ? മക്കളെ, ഇവിടെ നമ്മൾ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് അവിടെ അല്ല നമുക്ക് കൂടുതൽ കാര്യം. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്നുള്ള സാധനമാണ് എന്ത്? 3D ഇമേജ്. ഈ 3D ഇഫക്റ്റ് 2D ഇമേജിന് 3D, അതായത് നമ്മളൊരു പിക്ചർ വരച്ചിട്ട്, നമ്മൾ ചുമ്മാ ഒരു പിക്ചർ വരച്ചിട്ട് അതിലെന്ത് ചെയ്യുക? നമ്മൾ അതിനകത്ത് എന്താണെന്നറിയോ? മീൻസ് അതിനകത്ത് കൊണ്ടുവരുന്ന സാധനം, അതിനകത്തുള്ള ലൈറ്റും അതേപോലെ തന്നെ ഷെയ്ഡും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത്. ആൻഡ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To change the outline of an object and its color using stroke paint tab. Yes, to change the outline of an object. അതായത് ഇത് തന്നെ ആൻസർ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചാലുണ്ട്. To change the outline of an object and its color using stroke paint tab. Stroke paint ടാബിൽ നിന്ന് നമുക്ക് എവിടെ നിന്നാണ് അത് കിട്ടുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫ്രം സ്ട്രോക്ക് ഇറ്റ് സെൽഫ്. അത് ഫില്ലിലാണോ? അത് ചിലവർക്ക് സംശയം ഉണ്ടാവും, അത് ഫില്ലിലാണോ, ഫിൽ ആൻഡ് സ്ട്രോക്ക് അങ്ങനെയുള്ളതിലാണോ എന്നുള്ള. ഇറ്റ് ഈസ് സ്ട്രോക്ക് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നേരെ നോക്കൂ. ഇതിനകത്ത് ഒന്നല്ല, ഇവിടെ 2 ക്വസ്റ്റ്യൻസിന് എന്താണെന്നറിയോ? റൈറ്റ് ആൻസർ വരും. അതായത് ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ കറക്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്.
നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. നേരെ നോക്കൂ, ഫോർ ഡ്രോയിങ് എ സെമി സർക്കിൾ ഇൻ ഇങ്ക്സ്കേപ്പ് നമുക്ക് സർക്കിൾ വരയ്ക്കാറുണ്ടല്ലോ. കപ്പ് ആൻഡ് സോസർ വരച്ച കുട്ടികൾക്ക് നമുക്ക് സർക്കിൾ വരയ്ക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് സെമി സർക്കിൾ ഇൻ ഇങ്ക്സ്കേപ്പ്. ദ വാല്യൂ ഇൻ സ്റ്റാർട്ട് ഈസ് ആൻഡ് എൻഡ് ഈസ് ടു പുട്ട് ടെക്സ്റ്റ് ഇൻ എ കർവ്. അതായത് ഈ സ്റ്റാർട്ടും എൻഡും എവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം. സ്റ്റാർട്ടും എൻഡും എവിടെ നിന്നാണ് എന്നുള്ളതാണ് എന്ത് ചോദ്യം. സ്റ്റാർട്ട് എവിടെ നിന്ന്, എൻഡ് എവിടെ നിന്ന് എന്നുള്ളതാണ്. ഫോർ ഡ്രോയിങ് എ സെമി സർക്കിൾ ഇൻ ഇങ്ക്സ്കേപ്പ് ദ വാല്യൂസ് ഇൻ സ്റ്റാർട്ട് ഈസ് ഡാഷ് ആൻഡ് എൻഡ് ഈസ് ഡാഷ് ടു പുട്ട് ദ ടെക്സ്റ്റ് ഇൻ എ കർവ്. അതായത് ആ കർവിൽ നമുക്ക് ടെക്സ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെമി സർക്കിൾ വരച്ചിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ചെയ്ത എല്ലാവർക്കും അറിയാം വി വിൽ സ്റ്റാർട്ട് വിത്ത് 180 ആൻഡ് വി വിൽ എൻഡ് അറ്റ് 0 ഡിഗ്രി. അങ്ങനെയല്ലേ വരിക? ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഏകദേശം ആ ഒരു ടൈപ്പിൽ വരുമെന്നുള്ളതാണ്. നേരെ നോക്കൂ, ഇങ്ക്സ്കേപ്പ്, അതായത് ഇങ്ക്സ്കേപ്പിന്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട കാര്യമാണ്. ഡിഫോൾട്ട് പേജ് സൈസ് ഈസ് A4. അതെ, അത് ശരിയാണ്. ഡിഫോൾട്ട് ക്യാൻവാസ് ഈസ് ഒബ്ജക്ട്. ഡിഫോൾട്ട് ക്യാൻവാസ് എന്നുള്ള എന്തല്ല, അത് ഒബ്ജക്റ്റ് അല്ല. നമുക്കറിയാം, തുറക്കുമ്പം ആകെ ഒരു ബ്ലാക്ക് ബോർഡർ ആണ്. പിന്നെന്ത് ചെയ്യും? നമ്മൾ ആ സാധനം ഒഴിവാക്കും അല്ലേ? അതല്ല, ശരിക്കും അവിടെ വരുന്ന എന്താണ്? അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും വരുന്നുണ്ടാവുക. അതെല്ലാവർക്കും അറിയുമല്ലോ. അതെ, ഒബ്ജക്റ്റ് അല്ല എന്നുള്ള അറിയാം. ഡിഫോൾട്ട് പേജ് സൈസ് എനി സൈസ് അല്ല. ഡിഫോൾട്ട് പേജ് സൈസ് A4 അതെല്ലാവർക്കും അത് നമുക്കറിയാം, നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. ആൻഡ് ഡിഫോൾട്ട് ക്യാൻവാസ് ഈസ് ട്രാൻസ്പെറന്റ്. അതെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്യാൻവാസ് ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇത് മാത്രമല്ല, ഇനിയും ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തുനിന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ കൂടി അറ്റ് ദ ബിഗിനിങ്ങിൽ നമ്മൾ ചില കാര്യങ്ങൾ നോക്കിയതുണ്ട്. വെയിറ്റ് യെസ്, അതുകൂടി നമുക്ക് എന്താണെന്ന് പറയുക, വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സാധനത്തിന്റെ പേരറിയാലോ, എഡിറ്റ് പാത്ത് നോഡ്. യെസ്, ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്താണെന്നറിയോ ഇതിനകത്ത് നിന്ന് കാണിച്ചു തരാം. 3 അല്ല, ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്നിരുന്നാലും, ദ ലാൻഡ് ദാറ്റ് ഇസ് ബീയിങ് യൂസ്ഡ് ഫോർ വൈഡനിങ് ദ റോഡ്, ദ ബിൽഡിംഗ് ദാറ്റ് ആർ ഗെറ്റ് അഫക്റ്റഡ് ബൈ ദിസ്, ഹൗ മച്ച് ക്യാൻ ബി saved by changing the width of the road. Above things are easily determined by technology available in. ഇത് GQIS ന്റെ ഒരു ഇത് വെച്ചിട്ടാണുള്ളത് കേട്ടോ. അതായത് GQIS ൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഒന്നിൽ മാത്രമല്ല, എല്ലാ ചാപ്റ്ററിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? MCQs ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. ഈ കഥ എന്നുള്ളത് മക്കളെ, the land that is being used for widening the road, അതായത് റോഡ് വീതി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. The building that are get affected by this. റോഡ് വീതി കൂട്ടുമ്പോൾ സൈഡിലുള്ള വീടുകൾ, ബിൽഡിങ്ങുകൾ എല്ലാം എന്ത് ചെയ്യും? പൊളിച്ചു മാറ്റേണ്ടി വരും. ഹൗ മച്ച് ക്യാൻ ബി സേവ്ഡ് ബൈ ചേഞ്ചിങ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ്. അതായത് റോഡിന്റെ മീൻസ് ഹൗ മച്ച് ക്യാൻ ബി സേവ്ഡ് ബൈ ചേഞ്ചിങ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ്. അതായത് ഈ റോഡിന്റെ വിഡ്ത്ത് ഇങ്ങനെ മാറുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾ വരിക എന്നുള്ള. Above things are easily determined by a technology available in GQIS. GQIS എല്ലാവർക്കും അറിയാം, നമ്മൾ മാപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, അപ്പം അതിനകത്താണുള്ളത്. അപ്പം ഏത് ടെക്നോളജിയാണ് എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പഠനത്തിനെ ഇതാക്കാൻ പറ്റുക. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഫേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് നിങ്ങളെല്ലാവരും വ്ളോഗൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ? നമ്മുടെ പിക്ചേഴ്സും നമ്മുടെ വീഡിയോസും ഷോർട്സ് ഒക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ആളുകളാണ്. സോ ഡാഷ് ഓഫ് വെബ്സൈറ്റ്സ് ടു പബ്ലിഷ് അവർ വർക്ക് ലൈക്ക് സ്റ്റോറീസ്, പോയിംസ് ആൻഡ് ആർട്ടിക്കിൾസ്. അത് പിക്ചർ അല്ലാതെ നമ്മുടെ റൈറ്റിങ്സ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് സാധനം. അതായിരിക്കും ബ്ലോഗുകളിലല്ലേ നമ്മൾക്ക് കഥകളെല്ലാം വായിക്കാനുണ്ടാവുക അല്ലേ? ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന അവരുടെ എഴുത്തുകളൊക്കെ ബ്ലോഗിലായിരിക്കും ഉണ്ടാവുക. എഴുത്തുകാരായിട്ടുള്ള കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയും. ആൻഡ് ക്വരീസ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ക്യാൻ കണ്ടക്ട് ത്രൂ ക്വരീസ്. ക്വരീസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള. ക്വരീസ് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടു ആഡ് റെക്കോർഡ് പറ്റും. ടു ക്രിയേറ്റ് ടേബിൾസ് അല്ല, ക്വറി കൊണ്ട് ടേബിൾ ക്രിയേഷൻ എന്നുള്ള സംഭവം ക്വരീസ് അല്ല അതിന് ഉപയോഗിക്കുന്നത്. ടു ചേഞ്ച് ദ റെക്കോർഡ്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, റെക്കോർഡിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ആൻഡ് ടു ക്രിയേറ്റ് ഡാറ്റാബേസ് ഫയൽ എന്ത് ചെയ്യണ്ട? നമ്മളത് ക്വരീസ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. നേരെ എന്ത് ചെയ്തോളൂ, നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്ൻസ് അനദർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് കയറി കൂടുന്നതിനാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് നമ്മൾ പറയുക. ഓക്കെ,
ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അമൽ വാസ് പ്രിപ്പയറിംഗ് എ സ്റ്റൈൽ നെയ്മഡ് മെയിൻ ഹെഡ്. ഒരു സ്റ്റൈൽ ഉണ്ടാക്കുകയാണ്, മെയിൻ ഹെഡ് എന്ന് പറയട്ടെ. ദെൻ ഹി സെലക്ട് ഓൾ ദ ഹെഡിങ്സ് ഇൻ എ റിപ്പോർട്ട്. അപ്പം പുള്ളിയുടെ റിപ്പോർട്ടിലുള്ള എല്ലാ ഹെഡിങ്സിനും എന്ത് ചെയ്തു? ഹെഡിങ്സ്, ഇത് ഹെഡിങ് 1 ഉണ്ടാവും, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇത് ഹെഡിങ് 2 ആണ്, ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഹെഡിങ് 3 ഉണ്ടാകും, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഹെഡിങ്സ് എല്ലാം സെലക്ട് ചെയ്തു, ഹെഡിങ്സ് എല്ലാം സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ക്ലിക്ക് ഓൺ ദ സ്റ്റൈൽ നെയ്മഡ് മെയിൻ ഹെഡ്. എന്നിട്ട് മെയിൻ ഹെഡിലേക്ക് ഇതാക്കി. റിപ്പോർട്ടാണ് ചെയ്യുന്നത് കേട്ടോ, പബ്ലിഷിംഗ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ള ഓപ്ഷൻ നോക്കാം. ഓൾ ഹെഡിങ്സ് ആർ ചേഞ്ച്ഡ് ടു സെയിം ടൈപ്പ്. എല്ലാ ഹെഡിങ്ങും സെയിം ടൈപ്പിലേക്ക്, അതായത് മെയിൻ ഹെഡിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്. ശരിയാണ്, അതായത് ഒരേ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. വേറെ നോക്കാം. നോ ചേഞ്ച് ഹെഡിങ്, തെറ്റാണ്. ഹെഡിങ്സ് ആർ ചേഞ്ച്ഡ് ടു ഡിഫറെന്റ് സൈസ്, ഒരിക്കലും ഇല്ല. ഹെഡിങ്സ് ആർ സീൻ ഇൻ ഡിഫറെന്റ് കളേഴ്സ്, അല്ല, ഒറ്റ ടൈപ്പിലേ ഉള്ളൂ, ഫസ്റ്റ് ടൈപ്പിൽ മാത്രമേ അത് വരികയുള്ളൂ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നെയിം ദ യൂട്ടിലിറ്റി യൂസ്ഡ് ഇൻ ഇൻസ്കേപ്പ് ടു ഗിവ്. ഇത് ഓൾറെഡി കണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻക്സ്കേപ്പ് എന്നുള്ള സാധനത്തിൽ 3D ഇഫക്റ്റ് കൊടുക്കാൻ, 2D ഇമേജിന് 3D ഇഫക്റ്റ് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, ദി റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ള ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യാനുണ്ട് മക്കളെ. ഇതേപോലെ തന്നെ നമ്മൾ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തുടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്, ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. ഇങ്ങനെ കുറച്ച് പേരുകൾ കൂടിയുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അങ്ങനത്തെ പേരുകളാണ് അടുത്ത ക്ലാസ്സുകളിൽ. അപ്പം എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? തിയററ്റിക്കൽ പാർട്ട് നമുക്ക് ഒന്നുകൂടി ബാക്കി കൂടി നോക്കാം.